إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഏറെ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചു, അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചു തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്ന് ആദ്യം സ്വന്തത്തോടും പിന്നെ നിങ്ങളെ എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നാം ഇവരെയും അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ശഫാഅത്ത് എന്ന വാക്ക്. പരലോകത്തെ ശുപാർശക്കാണ് ശഫാഅത്ത് എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത്. തെറ്റിദ്ധരിക്കപ്പെടാനുള്ള കാരണം പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസ വൈകല്യങ്ങളാണ്. ശഫാഅത്തുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വിശുദ്ധ ഖുർആനും ഹദീസും അത് സ്ഥിരപ്പെടുത്തി തന്നിട്ടുണ്ട്. സുആലുൽ ഖൈരി ലിൽ ഗൈർ, പണ്ഡിതന്മാർ പറയുന്നു, നന്മക്ക് വേണ്ടി ചോദിക്കുന്നതിനാണ് ശഫാഅത്ത് എന്ന് പറയുക. ഒരാളെ കുറ്റത്തിൽ നിന്ന് മുക്തനാക്കാൻ, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ, ശിക്ഷ ലഘൂകരിക്കാൻ, നന്മ വരുത്താൻ, മറ്റൊരാളോട് നടത്തുന്ന അഭ്യർത്ഥന, അപേക്ഷ, ഇതിനൊക്കെയാണ് ശഫാഅത്ത് എന്ന് പറയുക. പരിശുദ്ധ ഖുർആൻ രണ്ട് തരത്തിൽ ശഫാഅത്തിനെ പരാമർശിച്ചത് നമുക്ക് കാണാം. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 123 ആയത്തിൽ വലാ തൻഫഉഹാ ശഫാഅ, ആഖിറത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഷഫാഅത്ത്
ഒരു പ്രയോജനവും ചെയ്യാത്ത ദിനമാണ് അത് എന്ന്. മറ്റൊരിടത്ത് സൂറത്തുൽ അംബിയയിലെ 28-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. പരലോകത്തെ ശഫാഅത്ത് അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമാണ്. അവിടെ ശഫാഅത്ത് ചെയ്യുന്നില്ല അല്ലാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ എന്നർത്ഥം. എന്തുകൊണ്ടാണ് ശഫാഅത്തിനെ സംബന്ധിച്ച് നാം ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ബനൂ ഇസ്രായേൽ എന്നൊരു മഹാസമുദായത്തിന്റെ പതനത്തിന്റെ കാരണം ആഖിറത്തിലെ ശഫാഅത്തിനെ സംബന്ധിച്ച് അവർക്കുണ്ടായ വികല വിശ്വാസമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർ പറയുമായിരുന്നു, ഞങ്ങൾ ഉന്നതനായ പുണ്യ പ്രവാചകന്മാരുടെ മക്കളാണ്, വലിയ വലിയ സ്വാലിഹീങ്ങളായി, വലിയ വലിയ വലിയുകളായി, മഹാത്മാക്കളുമായി ഞങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട്. അവർക്ക് അല്ലാഹുവിങ്കൽ വലിയ സ്വാധീനവും അധികാരവുമുണ്ട്. ആ മഹാത്മാക്കളുടെ, വലിയുകളുടെ, നേതാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങൾ പരലോകത്ത് രക്ഷപ്പെടും. ഞങ്ങൾ അവരിൽ അഭയം പ്രാപിച്ചു എന്നതുകൊണ്ട് പരലോകത്തെ ഒരു ശിക്ഷയും ഞങ്ങളെ തീണ്ടില്ല എന്ന് പറഞ്ഞവരായിരുന്നു ബനൂ ഇസ്രായേൽ. എന്നാൽ ഇത് ആ സമൂഹത്തിൽ മാത്രം പരിമിതമായിരുന്നില്ല. തുടർന്നിങ്ങോട്ട് ഒരുപാട് കാലഘട്ടങ്ങളിൽ ഇത് തന്നെ പറഞ്ഞ എത്രയോ സമൂഹങ്ങൾ ഇനിയും അതുണ്ടാകും. എന്താണ് പറയുന്നത്? ഞങ്ങളുടെ നേതാക്കന്മാർക്കും ഞങ്ങളുടെ ശൈഖുമാർക്കും അല്ലാഹുവിങ്കിൽ വലിയ സ്വാധീനമാണ്. അതുകൊണ്ടാണ് അവരുടെ ആസ്ഥാന കേന്ദ്രങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്നത്, അവരുടെ ആശ്രിതരായി ഞങ്ങൾ മാറുന്നത്, അതിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത്, അള്ളാഹുവിൽ അവർക്കുള്ള സ്വാധീന നിമിത്തം നാളെ പരലോകത്ത് വലിയ സൗകര്യങ്ങൾ നമുക്കുണ്ടാകുന്നു എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ താക്കീത് ചെയ്യാൻ, നിരന്തരം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഖുത്ബയുടെ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ 48-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, ഈ വിശ്വാസമൊക്കെ ഉണ്ടാകാം, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഭയപ്പെടണം. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? വത്തഖൂ യൗമൻ, അതൊരു നാളിനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ആ നാളിന്റെ പ്രത്യേകത എന്താ? ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. ഒരാളും മറ്റൊരാൾക്ക് ഉപകാരപ്പെടാത്ത ഒരു നാൾ. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, ആരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടാത്ത നാൾ. വലാ യുഖദു മിൻഹാ അദ്ലുൻ, ആരിൽ നിന്നും പ്രായശ്ചിത്യം വാങ്ങി മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കപ്പെടാത്ത ഒരു ദിവസം. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം എന്ന് മാത്രമല്ല, വലാഹും യുൻസറൂൻ, പാപികൾക്ക് എങ്ങു നിന്നും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിനം. ആ ദിവസത്തെ ഭയപ്പെടാനാ ഈ വികലമായ ചിന്തയും വിശ്വാസവുമുള്ളവരെ അള്ളാഹു ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ അപകടം എന്താ? ഞാൻ എന്ത് ചെയ്താലും നാളെ മഹ്ശറിൽ എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിൽ സ്വാധീനമുള്ള ആളുകൾ ഉണ്ട് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ പിന്നെ ദീനീ വിഷയങ്ങളിൽ അവന്റെ താല്പര്യം എന്താ അവൻ ചെയ്യുക? അവൻ പാപത്തിൽ പെട്ടുപോകില്ലേ? ഏതാനും തുച്ഛമായ സംഖ്യ ദർഗയിലിട്ടാൽ, ഒരു അന്നദാനം നടത്തിയാൽ,
രക്ഷപ്പെടാവുന്ന കാര്യം മാത്രമേ എനിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആ അപകടാവസ്ഥ എത്രമാത്രം ഗുരുതരമാണ്. ശഫാഅത്തുണ്ട് മഹ്ശറയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ അവസാനം നമുക്ക് കാണാം, ഫയശ്ഫഉൻ നബിയ്യൂന വൽ മലായികതു വൽ മുഅ്മിനൂൻ. നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുന്നവർ ആരൊക്കെയാ? മലക്കുകളുണ്ട്, പ്രവാചകന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. എന്നാൽ എപ്പോഴാ അവരുടെ ശുപാർശ ഉണ്ടാകുന്നത്? ആർക്കാണ് അവരുടെ ശുപാർശ ലഭിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം എന്താണ് മഹ്ശർ. നാം എത്ര പേർ മഹ്ശറിനെ കുറിച്ച് ആലോചിക്കുന്നു? അതിഭയാനകമായ ഒരവസ്ഥയല്ലേ അവിടെ ഉള്ളത്. അവിടെ ഒരുമിച്ച് കൂടുന്ന ഓരോ മനുഷ്യനും തന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തീരുമാനമെന്താ എന്ന ചിന്തയിൽ വിറച്ചു പോകുന്ന സന്ദർഭമാണ്. അല്ലാഹു പറയുന്നത്, ലാ യംലികൂന മിൻഹു ഖിതാബ. നാളെ മഹ്ശറയിൽ അവിടെ മലക്കുകൾ ഉണ്ട്, പ്രവാചകന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, സർവ്വ മനുഷ്യരുമുണ്ട്. പക്ഷേ ഒരാൾക്കും വാ തുറക്കാൻ ധൈര്യമുണ്ടാവില്ല. എന്തുകൊണ്ടാ? നിൽപ്പ് അള്ളാഹുവിന്റെ മുമ്പിലാണ്. ആരും സംസാരിക്കില്ല, ഒരാൾക്കും വായു തുറക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, വഹും മിൻ ഖശ്യതിഹി, ഓരോ വ്യക്തിയും തന്റെ റബ്ബിനോടുള്ള ഭയപ്പാട് നിമിത്തം മുശ്ഫിഖൂൻ, നിന്ന് വിറക്കുകയാണ്. അതാണ് മഹ്ശർ. എവിടെയാ ഇതുണ്ടാകേണ്ടത്? അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. നമുക്ക് ദിനേനെ ആയത്തിൽ കുർസി പാരായണം ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ ഒരു ചോദ്യം, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു. അള്ളാഹുവിന്റെ സന്നിധിയിൽ ശഫാഅത്ത് ചെയ്യാൻ കഴിയുന്നവൻ ആരാ? അതൊരു ചോദ്യമാണ്. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി കൂടാതെ ചെയ്യാം. പക്ഷേ ശഫാഅത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടാകണം. സൂറത്തുൻ നബഅ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അവസാന ഭാഗത്ത് കാണാം, യൗമ യഖൂമുർ റൂഹ്, മഹ്ശറയുടെ അവസ്ഥയായി പറയുന്നത്. യൗമ യഖൂമുർ റൂഹു വൽ മലായിക. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് മുഫസ്സിറുകൾ പറയുന്നു. അല്ല, മനുഷ്യന്മാരുടെ ആത്മാക്കളാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ജിബ്രീൽ അലൈഹിസ്സലാമും വൽ മലായിക, ശേഷമുള്ള എല്ലാ മലക്കുകളും, അവരൊക്കെ ഇങ്ങനെ സഫ അണിയായി നിൽക്കുന്ന ഒരു സന്ദർഭം. അത് വല്ലാത്തൊരു സന്ദർഭമാണ്. എല്ലാ മലക്കുകൾ, എല്ലാ മനുഷ്യരും. ലാ യതകല്ലമൂൻ, അന്നൊരു മനുഷ്യനും സംസാരിക്കില്ല. ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബ് ആർക്കാണോ അനുമതി നൽകിയത് അവനല്ലാതെ ഒരാളും സംസാരിക്കാത്ത ദിവസമാണത്. അവൻ തന്നെ ആരാ? വഖാല സവാബ, ജീവിതത്തിൽ സത്യം മാത്രം പറഞ്ഞവനാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് അംഗീകരിച്ച് ജീവിച്ചവനാണ്, തൗഹീദ് ഉൾക്കൊണ്ടവനാണ്. അവൻ പറയുന്ന വാക്ക് ഉചിതമായ വാക്കുകളായിരിക്കും, അനുചിതമാവില്ല. സത്യത്തിന്റെ വാക്ക് പറഞ്ഞ മുവഹിദിന് മാത്രമേ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടാകൂ എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച കാര്യം, ഷഫാഅത്തിന് വേണ്ടി ഒന്നാമതായി വേണ്ടത് അള്ളാഹുവിന്റെ അനുമതിയാണ്. മനസ്സിലാക്കുക. രണ്ടാമത്, ആരാണോ ഷഫാഅത്ത് ചെയ്യുന്നത്, ശുപാർശ ചെയ്യുന്നത്, അവൻ മുവഹിദായിരിക്കണം, സത്യം മാത്രം പറഞ്ഞവനായിരിക്കണം. മൂന്നാമത്തത്, ആർക്ക് വേണ്ടിയാണോ ഷഫാഅത്ത് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നത് അവന് മാത്രമേ ഷഫാഅത്ത് ചെയ്യാൻ പറ്റൂ. കൂടുതൽ പേർക്ക് ഷഫാഅത്ത് ചെയ്യാൻ പറ്റില്ല. എന്നെ പിൻപറ്റിയവർക്കൊക്കെ ഞാൻ ഷഫാഅത്ത് ചെയ്യാം എന്ന പ്രസ്താവന അടിസ്ഥാനരഹിതമാണ്. അതിൽ യാതൊരു ഫലവുമില്ല. നാലാമത്തെ കാര്യം, ആർക്ക് വേണ്ടിയാണോ ഷഫാഅത്ത് ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങിയത് അത് തൗഹീദ് ഉൾക്കൊണ്ട മുഅ്മിനായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ അംഗീകരിച്ചവന് മാത്രമേ ഷഫാഅത്ത് ലഭിക്കൂ എന്നർത്ഥം. തെറ്റ് ചെയ്യാം, തെറ്റിൽ നിന്ന് മോചിപ്പിക്കാനും ശിക്ഷ കുറക്കാനുമാണ് ഷഫാഅത്ത്. നിങ്ങൾ മനസ്സിലാക്കണം,
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നാളെ മഹ്ശറയിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലാണ് ഹദീസ് ഉള്ളത്. മഹ്ശറയിൽ ഈ ഭീതിജനകമായ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഉപ്പയെ കാണുകയാ, ആസറിനെ. അലാ വജ്ഹി ആസർ ഖതറത്തുൻ വഖതറ, ഉപ്പയുടെ മുഖം കരിവാളിച്ചിട്ടുണ്ട്, പൊടി പുരണ്ടിട്ടുണ്ട്. കണ്ടപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അലം അഖുൽ ലക ലാ തഅസിക്, ഉപ്പ നിങ്ങൾ കണ്ടില്ലേ ഈ ഭയാനകമായ അവസ്ഥ? അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്നെ ധിക്കരിക്കരുത് എന്ന്? ആ സന്ദർഭത്തിൽ ആസർ പറയുന്നു, മോനെ ഫല്യൗമ ലാ അസിക്, ഇല്ല, ഇന്ന് നിന്നെ ഞാൻ ധിക്കരിക്കുകയേയില്ല. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്വന്തം കുടുംബത്തിൽ നാട്ടി പറഞ്ഞയച്ച ആൾ ആ പിതാവ് തൗഹീദിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് നിന്നെ ഞാൻ ധിക്കരിക്കുകയേയില്ല. വല്ലാത്തൊരു സങ്കടം ആ പിതാവിന്റെ വാക്ക് കേട്ടപ്പോ. നമ്മളൊക്കെ മനസ്സിലാക്കണം, പിതാവിനോടുള്ള മകന്റെ ഒരു വാത്സല്യം. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് തിരിയാണ്. എന്നിട്ട് പറയാണ്, അള്ളാഹുവേ, നീ എനിക്കൊരു വാക്ക് നൽകിയിട്ടുണ്ടല്ലോ, മഹ്ശറയിൽ നീ എന്നെ അപമാനിക്കില്ല എന്ന വാക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിന്റെ കാരുണ്യത്തിൽ നകറ്റപ്പെട്ട എന്റെ പിതാവിനേക്കാൾ എന്ത് അപമാനമാണ് എനിക്കുള്ളത്? പിതാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശഫാഅത്താണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ സന്ദർഭത്തിലാണ് ഫയഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പിതാവിന്റെ വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹ് പറയാൻ, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇബ്രാഹിം, നീ മനസ്സിലാക്കേണ്ടത്, എന്റെ സ്വർഗമുണ്ടല്ലോ, അത് നിഷേധികൾക്ക് ഹറാമാണ്, ഞാനത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വിറച്ചുപോയി ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നീട് ഒരു ശബ്ദമാണ്, മാ തഹത റിജ്ലൈക യാ ഇബ്രാഹിം. ഇബ്രാഹിം, എന്താണ് നിന്റെ കാലിനടിയിൽ ആ കാണുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം നോക്കിയപ്പോ ഒരു കഴുതപ്പുലിയുടെ രൂപത്തിൽ രക്തം പുരണ്ട് കിടക്കുന്ന ആസർ ഉപ്പ. പിന്നീട് സംഭവിച്ചത്, ആ രൂപത്തെ എടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു തന്റെ ഉറ്റത്തോഴൻ എന്ന് വിശേഷിപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മഹ്ശറയിലെ അവസ്ഥയായത്. മഹ്ശറയിലെ അവസ്ഥയാണിത്. തന്റെ പിതാവിന്റെ വേണ്ടി ഒരു ശുപാർശക്ക് മുന്നോട്ട് വന്നപ്പോ ഒന്ന് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചില്ല എന്നാണെങ്കിൽ, രണ്ടാമത്തത് ആസർ വിശ്വാസിയായിരുന്നില്ല എന്ന് ഞങ്ങളെ പിൻപറ്റിയാൽ, ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ശുപാർശക്കുണ്ടാകുമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നവർ ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കണം. മൊയ്തീൻ ഷേഖും CM മടബൂരും ഒന്നും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അത്രയും സ്ഥാനമുള്ളവരല്ലല്ലോ എന്നെങ്കിലും ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശഫാഅത്ത് എങ്ങനെയാണ്? നേരിട്ട് അല്ലാഹുവോട് ചോദിക്കുകയാണോ? ആയിരക്കണക്കിന് വർഷങ്ങൾ വെന്തുരുകുന്ന സൂര്യന്റെ ചുവട്ടിൽ മനുഷ്യൻ നിൽക്കുമ്പോ ആ ശഫാഅത്ത് എങ്ങനെയാ? അത് തന്നെ കരുതി വെച്ചൊരു ശഫാഅത്ത്. എല്ലാ പ്രവാചകന്മാർക്കും സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ഒരു പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ദഅവത്തുൽ മുസ്തജാബ അല്ലാഹു നൽകി. ഈ ലോകത്ത് സന്നിഗ്ധ ഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ പ്രവാചകന്മാരൊക്കെ അതെടുത്ത് ഉപയോഗിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ പ്രാർത്ഥന ഞാൻ മാറ്റിവെച്ചു. എന്തിന്? ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് എന്റെ സമുദായത്തിന് വേണ്ടി അതെടുത്ത് ഉപയോഗിക്കാൻ ഷഫാഅത്തിന്റെ ഘട്ടത്തിൽ. നേരിട്ട് ചോദിക്കാം, അല്ല? എത്രയോ കാലങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദ് ചെയ്യുക, സുജൂദ്. കാലം ഏറെ കഴിയുമ്പോൾ അള്ളാഹു തലപൊക്കാൻ പറയുന്നത്, ചോദിക്കാൻ പറയുന്നത്. അങ്ങനെയാ ഷഫാഅത്ത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് പോലും അങ്ങനെയാണെങ്കിൽ, എന്നെ വിളിച്ചാലും അത് ഞാനുണ്ടാകും എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നവർ അറിയുന്നുണ്ടോ?
വിളിക്കുന്നവന്റെ അവസ്ഥ, ശുപാർശ ഏറ്റവന്റെ അവസ്ഥ, പഠിപ്പിക്കുന്നവന്റെ അവസ്ഥ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമുക്കൊക്കെ വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്ശറിലെ ആ ശഫാഅത്താണ്. കാരണം എത്രയോ യുഗങ്ങൾ നമ്മൾ കാത്തിരിക്കുക ഹിസാബിന് വേണ്ടി. അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിൽ നാം പങ്കുചേർക്കരുത്. വലിയുകളിൽ മഹാത്മാക്കളിൽ നമ്മൾ വിശ്വാസവും പ്രതീക്ഷയും പുലർത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ മാറ്റിവെച്ച ആ ശഫാഅത്തുണ്ടല്ലോ, അത് ലഭിക്കുന്നവൻ ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ. ആർക്കാ കിട്ടുക? ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെ മരിച്ചു പോകുന്നവന് മാത്രമാണ് ഈ ശഫാഅത്ത് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഏറ്റവും ശഫാഅത്ത് കൊണ്ട് ഏറ്റവും ഭാഗ്യം സിദ്ധിക്കുന്നവൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, ഖാലിസൻ മിൻ ഖൽബിഹി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി, നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ ആരോ, അതിൽ നിലകൊണ്ടവൻ ആരോ, അവൻ മാത്രമാണ് എൻ്റെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും ഭാഗ്യം സിദ്ധിക്കുന്നവൻ എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയാകണം നമ്മുടെ അധ്വാനം. അതുകൊണ്ട് ഏറ്റവും വലിയ പാതകവും ദുൽമുമായ ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമേ നമുക്കുണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ ശഫാഅത്ത് കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ശഫാഅത്തിനെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ ഈ ശഫാഅത്ത് എന്ന പരാമർശം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പരിഭാഷ ഉപയോഗപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും സാധിക്കും എന്ന പ്രതീക്ഷയാണ് ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത്. മരണഭയം, മരണചിന്ത, ഭയമല്ല ചിന്ത, അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരമേകി പോകേണ്ടത് എന്ന ഒരു നിശ്ചയവും ആർക്കുമില്ല. നാം അവൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുക. ധാരാളമായി ദിക്റുകൾ, സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടാകണം. വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. കുടുംബത്തിൽ നല്ലവരായി ജീവിക്കണം. സമൂഹമല്ല, കുടുംബമാണ് നമ്മുടെ മാന്യതയെ അടയാളപ്പെടുത്തേണ്ടത്. സമൂഹത്തിന് ഉപകരിക്കുന്ന, കുടുംബത്തിന് ഉപകരിക്കാത്ത എത്രയോ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. തൗഹീദ് അധിഷ്ഠിതമായ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കണം. നല്ല വാക്കുകൾ മാത്രം പറയുക. നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ തിരിച്ചു കൊത്തുന്ന വാക്കുകൾ നമ്മൾ പറയാതിരിക്കുക. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാമുഖ്യവും വിലയും കൽപ്പിക്കുക. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത ഹജ്ജിന് പോകാനുള്ള ചിന്തയും ആഗ്രഹവും പ്രാർത്ഥനയും പോകാത്തവർക്കൊക്കെ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരുക്കവും അധ്വാനവും നിരന്തരമായ പ്രാർത്ഥനയും പരമാവധി നേരത്തെ അത് ചെയ്യാനുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു ചെയ്യാത്തവർക്ക് എളുപ്പം ആ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ദുരിതമനുഭവിക്കുന്നവർക്ക്, പീഡിപ്പിക്കപ്പെടുന്നവർക്ക്
അള്ളാഹു സമാധാനവും രക്ഷയും നൽകുമാറാവട്ടെ. കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയുള്ള കൈതവച്ച പറമ്പത്തെ നഫീസ, അള്ളാഹുവിലേക്ക് യാത്രയെ അള്ളാഹു ആ മഹദിക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ഉറ്റവർ, ഉടയവർ, നമ്മോടൊപ്പം എത്രയോ കാലം ഈ പള്ളിയിൽ ജുമായിൽ പങ്കെടുത്തവർ, നമുക്ക് നേതൃത്വം നൽകിയവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും അള്ളാഹു അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഷഫാഅത്ത് കൊണ്ട് അള്ളാഹു, പ്രവാചകന്റെ ഷഫാഅത്ത് കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. പലരും രോഗത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പലവിധ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാറാവ്യാധികൾ, അപകടത്തിൽപ്പെട്ടവർ, നമ്മിൽ തന്നെയും നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു എല്ലാവർക്കും നീ ശിഫ നൽകണമേ റഹ്മാൻ. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണമേ അള്ളാഹ്. താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ, മാറാത്ത രോഗങ്ങൾ, ഇതുകൊണ്ടൊന്നും ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഗസയുടെ കണ്ണീർ അവസാനിക്കുന്നില്ല. 40,000-ലേറെ മരണം, ലക്ഷത്തിലേറെ അപകടങ്ങൾ, മുറിവേറ്റവർ, അള്ളാഹുവെ ആ മക്കൾക്ക് നീ സമാധാനവും സുരക്ഷിതത്വവും നൽകണമേ റഹ്മാനെ. അവശേഷിക്കുന്നവർക്ക് ഇസ്സത്തുള്ള ജീവിതം നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين. اللهم اجرنا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.